തൊരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറിയതിനു ശേഷം മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും ആ ഒരു കോൾ റെക്കോർഡിംഗ്സ് എല്ലാം തന്റെ ഫോണിലേക്ക് ആക്കിയതിനു ശേഷം ബാലചന്ദ്രൻ നേരെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഡോർ അടച്ചുകൊണ്ടതിന് ആ ഒരു കോൾ റെക്കോർഡിംഗ്സ് എല്ലാം കേൾക്കുന്നുണ്ട്. അലീനയും രേവതിക്കുട്ടിയും ഫോണിൽ സംസാരിച്ചിരുന്ന ആ ഒരു സംഭാഷണമെല്ലാം തന്നെ കേൾക്കാണ്. അലീന പറയുന്നുണ്ട്, ഞാൻ 2 ദിവസത്തിനകം ഇവിടെ നിന്നും ഇറങ്ങുവാണ്. ഇനിയും എനിക്കിവിടെ സഹിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് കുറച്ച് പേരോട് യാത്ര പറയണം, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറോടാണ്. എന്നെ ഒട്ടും സ്നേഹിക്കില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പക്ഷേ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാന്ത്വനം തന്നത് ബാലചന്ദ്രൻ സാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് യാത്ര പറയണം, പിന്നെ മനുവേട്ടനോട് യാത്ര പറയണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാണ് മോളെ എന്നൊക്കെ അലീന പറയുന്ന സമയത്തിന് രേവതിക്കുട്ടിക്ക് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ചേച്ചി അവരോട് പറയണം, ആ പരട്ട തള്ളയെ വിളിച്ചങ്ങ് പറയണം, നിങ്ങൾ 10-22 വർഷം മുൻപേ പ്രസവിച്ച് ഉപേക്ഷിച്ച ആ കുട്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളെ നേരിട്ടൊന്ന് കാണാനോ നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനുള്ള കൊതി കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ് എന്നോട് ചെയ്തത്? എനിക്ക് ഏതായാലും തൃപ്തിയായി, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ ചേച്ചി അവിടെ നിന്നും ഇറങ്ങാവുള്ളൂ എന്നുള്ള കാര്യം രേവതിക്കുട്ടി പറഞ്ഞ വോയിസ് റെക്കോർഡിംഗ്സ് എല്ലാം തന്നെ ബാലചന്ദ്രനെ കേൾക്കാൻ ഇടവരും. അങ്ങനെ ചേച്ചി പറഞ്ഞിട്ട് പോരുന്ന സമയത്തിന് ചേച്ചിയോട് അവർ ചെയ്ത ഓരോ കാര്യം ഓർത്ത് അവരങ്ങ് നീറണം. അത്രയെങ്കിലും ശിക്ഷ ചേച്ചി അവർക്ക് കൊടുക്കണ്ടേന്ന് രേവതിക്കുട്ടി പറയുന്ന ആ ഒരു കാര്യം കേൾക്കുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകങ്ങ് തകർന്നടിഞ്ഞു പോവാണ്. ഇതേ സമയത്തിന് ഗ്രേസ്യാമ്മയും മാമച്ചനും രേവതിക്കുട്ടി നേരെ ഷെറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. വലിയൊരു ബംഗ്ലാവ് പോലത്തെ വലിയൊരു വീടായിരിക്കും. അങ്ങോട്ടേക്ക് കയറി ചെന്നതിന് ശേഷം ആരും പുറത്തേക്കൊന്നും കാണുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒന്നും ആരും ഇല്ലേ? ആരും പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേ ഗ്രേസ്യാമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അവരോട് എങ്ങാനും വിളിച്ചു പറഞ്ഞിരുന്നോ? ആൾക്കാർ വരുന്നിരുന്ന് അവരെങ്ങാനും അറിയാമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ കാറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവരിങ്ങോട്ടേക്ക് പുറത്തേക്ക് വരേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് മാമച്ചായം പറഞ്ഞിട്ട്, അതിന് ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ച ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വന്നു നോക്കുന്നത് ഷെറിന്റെ ആങ്ങളുടെ ഭാര്യ ആൻസി ആയിരിക്കും. ആൻസി ഇവരെ മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്തിന് മാമച്ചായം പറഞ്ഞത്, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുവാണ്. 3-4 വർഷം മുമ്പേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന്, ആണോ എങ്കിൽ കയറി വാ എന്നൊക്കെ പറഞ്ഞ് ആൻസി അകത്തേക്ക് സ്വീകരിക്കും. ആൻസിക്ക് ഇവരെയൊന്നും അറിയില്ല. കാരണം ആൻസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1-2 വർഷമേ ആയിട്ടുള്ളൂ. ഗ്രേസ്യാമ്മ ചോദിക്കുന്നുണ്ട്, എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് ആൻസി പറഞ്ഞിട്ട്, ഞാൻ ഇവിടുത്തെ റോബിച്ചന്റെ വൈഫാണ്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ എന്ന് പറയുന്ന സമയത്തിന് ഗ്രേസ്യാമ്മ പറഞ്ഞിട്ട്, ആ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് 4 വർഷം മുൻപായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് അകത്ത് റൂമിൽ നിന്നും ഷെറിൻ വല്ലാത്തങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. എന്നെ ആരാ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്നെ ഇറക്കി വിട്. എന്നെ ഇവിടെ പൂട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ അകത്ത് മിണ്ടാതെ കിടക്കുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഷെറിൻ വല്ലാതെ ബഹളം വെക്കുന്ന സമയത്തിന് ആൻസി പറഞ്ഞിട്ട്, 1 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോകും. അകത്തേക്ക് പോയിട്ട് ഷെറിനോട് ചോദിക്കുന്നത്, ഒന്ന് മിണ്ടാതിരിക്കും ഷെറിനെ, നീ എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അകത്ത് കിടക്കുന്നത് ഷെറിനാണെന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ലല്ലോ. രേവതിക്കുട്ടി പറഞ്ഞിട്ട്, അതെ, അകത്ത് കിടക്കുന്ന ആൾക്ക് സുഖമില്ലെന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോന്നും ഉറക്കെ വിളിച്ച് പറയുന്നത്. അന്നേരം ഗ്രേസ്യാമ്മ പറഞ്ഞിട്ട്, നീ ഒന്ന് പയ്യെ പറയടി എന്ന് പറയും. അന്നേരം ഷെറിൻ അകത്ത് കിടന്ന് ഭയങ്കര ബഹളായിരിക്കും. എന്റെ കുഞ്ഞിനെ നീ കൊന്നില്ലേടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായിരിക്കും. അപ്പോഴായിരിക്കട്ടെ ഷെറിന്റെ അമ്മയുടെ ഫോട്ടോയിൽ ഇങ്ങനെ മാലയിട്ട് വെച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, അയ്യോ ഷെറിന്റെ അമ്മ ദേ മരിച്ചുപോയോ? അതുകൊണ്ടായിരിക്കില്ലേ ഫോട്ടോയിൽ ഇങ്ങനെ മാലയിട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഗ്രേസ്യമ്മക്കാകെ ടെൻഷനാവും. ഷെറിന്റെ അമ്മ മരിച്ച കാര്യമൊന്നും ഇവരറിഞ്ഞിട്ടില്ല. കാരണം 4 വർഷമായില്ലേ ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ. ഏതായാലും ഷെറിൻ ഇങ്ങനെ ഈ സമയത്തൊക്കെ അവിടെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ബഹളം വെച്ചിട്ട് ആൻസി അവിടെ ഇങ്ങ് തള്ളിയിട്ടിട്ട് ഷെറിൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഷെറിൻ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾ എവിടെ നിന്ന് വരുവാണ്? നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലല്ലോ, നിങ്ങൾ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴായിരിക്കട്ടെ പുറകെ തന്നെ ആൻസി വരുന്നത്. ഇങ്ങോട്ട് വാ, അകത്തേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് ഷെറിൻ അങ്ങ് വിളിക്കുന്ന സമയത്തിന്, നീ എന്തിനാ എന്നെ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വൈലന്റ് ആവും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അല്ലേടി എന്റെ കൊച്ചിനെ കൊണ്ടുപോയത്? എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോകാനല്ലേ നിങ്ങൾ വന്നത്? നിങ്ങളല്ലേ അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കും. അപ്പോഴേക്കും ഷെറിനെ പിടിച്ച് വിളിച്ച് ആൻസി ഒരുവിധം അകത്തേക്ക് അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് മുറിയിനകത്താക്കിയിട്ട് വാതിലങ്ങ് അടക്കുന്നതോടുകൂടി തന്നെ ഷെറിൻ വീണ്ടും ഭയങ്കര ബഹളാണ്. എന്നിട്ട് തന്നെ കൊണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആൻസി നേരെ റോബിനെ വിളിക്കും. റോബിനെ വിളിച്ച് പറഞ്ഞിട്ട്, അതെ, ഇവിടെ ഷെറിൻ നല്ല ബഹളാണ്. ഷെറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാ തോന്നുന്നു എന്ന് പറയുന്ന സമയത്തിന്, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനിടയ്ക്ക് തന്നെ ആൻസി പറഞ്ഞിട്ട്, ഞാൻ ആൽബിച്ചിനെയും കൂടി വിളിക്കണം, എന്നെ കൊണ്ട് തന്നെ പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും. എന്നാലും ഷെറിൻ വീണ്ടും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ആൻസി ഡോറിന്റെ അവിടെ ചെന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിന്നെ വേണമെങ്കിൽ ഞാൻ തുറന്നു വിടാം, പക്ഷേ നീ ഇങ്ങനെ ബഹളം വെക്കരുത്. ഇവിടെ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഷെറിൻ പറഞ്ഞിട്ട്, അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയോ? എന്റെ കുഞ്ഞിനെ കൊല്ലാനല്ലേ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് അവരല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഷെറിൻ ഭയങ്കര ബഹളായിരിക്കും.
ഇതേ സമയത്തിനെ കാണിക്കുന്നത് ബാലചന്ദ്രനായിരിക്കും. ബാലചന്ദ്രൻ അലീനയുടെ ആ ഒരു വോയിസ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബാലചന്ദ്രൻ അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ ഒരു വോയിസ് കേൾക്കുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രന് ആകെ അങ്ങനെ ദേഷ്യം വരും. സമനില തെറ്റിക്കൊണ്ട് തന്നെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ആയിട്ടുണ്ടാവും കേട്ടോ. ഭിത്തിക്കൊക്കെ ഇട്ട് ഇടിക്കുക, അവിടെ കിടക്കുന്ന ആ ഒരു കസേരയൊക്കെ ഇങ്ങനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അലീന അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു വോയിസ് ഒരു 4-5 തവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നുണ്ടെന്ന് മാത്രമല്ല ബാലചന്ദ്രൻ സ്വയം അങ്ങ് ദേഷ്യം വരും. കണ്ണാടിയിലേക്ക് അങ്ങനെ സ്വയം നോക്കിക്കൊടുത്തിട്ട് പറഞ്ഞിട്ട് 10-22 വർഷങ്ങളായിട്ട് കണ്ടവന്റെ എച്ചിൽ തിന്നവൻ എന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കും. ബാലചന്ദ്രനായാലും ഈ ഒരു സത്യം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ മാനസികമായിട്ട് ആകെ തകർന്നടിഞ്ഞു പോവാണ്. ഇതേ സമയത്തിനെ കാണിക്കുന്നത് ഷെറീനായിരിക്കും. ഷെറീൻ വാതിൽ തുറന്നിട്ട് നേരെ അവരുടെ അടുത്തേക്ക് വന്നു കൊടുത്തിട്ട് ഗ്രേസിയാമ്മയ്ക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് പോയത് നീയല്ലേ? സത്യം പറയടി, എന്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ഷെറീൻ ദേഷ്യപ്പെടും. എന്നാൽ ഷെറിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഗ്രേസിയാമ്മക്കും മാമച്ചനൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് ഷെറിനൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെറിന് ശരിക്കും മാനസികമായിട്ട് തകർന്നു എന്ന കാര്യം ഇവർക്ക് മനസ്സിലാവും. അപ്പോഴേക്കും ആൻസി വന്നിട്ട് ഷെറിനെ വീണ്ടും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ സമയത്തും ആൻസി പറയുന്നത്, നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ, ഇവളുടെ ടാബ്ലറ്റ് കഴിഞ്ഞു, ആ ടാബ്ലറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അങ്ങനെ ഷെറിനെ ആൻസി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തിന് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇനിയും നമ്മളിവിടെ നിൽക്കണോ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത് എന്നറിയാലോ, നമുക്ക് ഏതായാലും സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ട് പോവാം, നമ്മൾ വന്നിരിക്കുന്ന ലക്ഷ്യമെങ്കിലും നമുക്ക് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞു നിൽക്കും. അപ്പോഴേക്കും റോബിച്ചൻ അങ്ങോട്ടേക്ക് വരും. റോബിച്ചൻ ആൽബിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്, അപ്പോഴേക്കും ആൽബിച്ചൻ അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ, എന്നിട്ട് ഇവിടെ ഏതോ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ആരാണെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ഫോൺ കട്ടാക്കിയിട്ട് അകത്തേക്ക് കയറി വരുന്നത്. അകത്തേക്ക് കയറി വന്നിട്ട്, നിങ്ങൾ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് മാമച്ചായൻ പറഞ്ഞിട്ട്, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നതാണെന്ന് പറയും. അപ്പോൾ ഓ നിങ്ങളാണോ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, നാടകം കാണാനാണോ, കാഴ്ച കണ്ടില്ലേ, കാഴ്ച കണ്ട് നിൽക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോഴേക്കും അകത്തുനിന്ന് ഷെറിന്റെ നിലവിളിയെല്ലാം കേൾക്കാൻ അങ്ങോട്ടേക്ക് റോബിച്ചൻ പോകുന്നുണ്ട്. ആൻസിയും റോബിച്ചനും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഷെറിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇനിയും നമ്മളിവിടെ നിൽക്കണോ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. അപ്പോൾ നിൽക്കുന്നേ, എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുമായിരിക്കും രേവതി. അവരെങ്ങനെ ഷെറിനെ കൂട്ടി തിരിച്ചു വരുന്ന സമയത്തിന് റോബിൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇനിയും ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് പോയിക്കൂടെ, എന്ത് കാണാനാ, എന്ത് കാഴ്ച കാണാനാ നിൽക്കുന്നതെന്ന് ചോദിക്കും. ആ സമയത്തിന് ഷെറിൻ പറഞ്ഞിട്ട്, ഷെറിൻ പോവാ, ഷെറിനെ കൊല്ലാൻ കൊണ്ടുപോവാ, എന്റെ കുഞ്ഞിനെ കൊന്നു, ഇനി ദേ എന്നെയും കൊല്ലാൻ കൊണ്ടുപോവാണ് ഇവര്, നിങ്ങൾ എല്ലാവരോടും പറഞ്ഞേക്കണം ഷെറിൻ ചത്തുന്ന്, ഷെറിനെ കൊന്നൂന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞേക്കണം, എന്റെ കുഞ്ഞിനെ കൊന്നവരെ തന്നെ എന്നെ കൊന്നു പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞങ്ങനെ ആർത്ത് നിലവിളിച്ചുകൊണ്ടായിരിക്കട്ടെ ഷെറിൻ പോകുന്നത്. ഷെറിൻ ഏതായാലും ഒരുവിധം വണ്ടിയിൽ കൊണ്ടാക്കി വരുന്നുണ്ട് റോബിൻ. അപ്പോഴേക്കും ആൽബിച്ചിനും വരുന്നുണ്ട്. ആൽബിച്ചായ ഞാൻ കൊണ്ടുപോയിക്കോളാം, ആൽബിച്ചൻ പുറകെ വായോ എന്ന് പറയുന്ന സമയത്തിന് വേണ്ട ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് അവർ ഒരുമിച്ച് പോവാൻ നിൽക്കും. എന്നിട്ട് ആ വണ്ടി കാണുന്ന സമയത്തിന് ഇതാരാടെ ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് റോബിൻ പറഞ്ഞിട്ട്, അതന്ന് ഷെറിന് കല്യാണാലോചനയായിട്ട് വന്നില്ലേ, അവർ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും ആൽബിച്ചിന് ഭയങ്കര ദേഷ്യം വന്നിട്ട്, അവരെന്തുണ്ടാക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ മാമച്ചനും ഗ്രേസിയമ്മയും അവരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ആൽബിച്ചിൻ ചോദിക്കുന്നുണ്ട്, ഈ വണ്ടി എന്താ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ പുറത്തേക്കൊന്ന് പോകണ്ടെന്ന് ചോദിക്കും. എടുത്തു മാറ്റി സാധനം എന്നൊക്കെ പറയുന്ന സമയത്തിന് മാമച്ചായൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ മാറ്റിയിടാന്ന് പറയുന്ന സമയത്തിന്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കും. അന്നേരം ഷെറിന്റെ സുഖവിവരമെന്ന് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന പറയുന്ന സമയത്തിന്, ഓ 4 വർഷമായി, എന്നിട്ട് ഇപ്പോഴാണ് സുഖവിവരമൊക്കെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്, 4 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു, ഇപ്പൊ കണ്ടല്ലോ അവിടെ സുഖവിവരം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന സമയത്തിന്, ആ നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തില്ല, പക്ഷെ ചെയ്തവൻ അങ്ങ് പോയല്ലോ, അതിന്റെ ബാക്കിയാണ് ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ഏതായാലും വണ്ടി എടുത്ത് മാറ്റുന്നെങ്ങനെ ദേഷ്യത്തോട് പറയുന്ന സമയത്തിന് വണ്ടി അവിടെ നിന്നും എടുത്തു മാറ്റിയാണ്. മാമച്ചായൻ ഏതായാലും ഭയങ്കര വിഷമാവുന്നുണ്ട്. ആൽബിച്ചൻ പറയുന്നുണ്ട്, 4 വർഷമായി അനുഭവിക്കുന്നു, എന്നിട്ടിപ്പോൾ അവർ സുഖവിവരം അന്വേഷിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകും. ഏതായാലും അവർ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോയ സമയത്തും ആൻസി വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും അവരോട് പെരുമാറുന്നത്. അതൊന്നും സാരമില്ല, നിങ്ങൾ അകത്തേക്ക് പോയെന്നൊക്കെ പറഞ്ഞ് കയറ്റിയിരുത്തും. അപ്പോൾ ഗ്രേസിയമ്മ പറഞ്ഞിട്ട്, അതെ ഞങ്ങൾ ഇനി തിരിച്ചു പോയാലെന്ന് ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അന്നേരം, അയ്യോ നിങ്ങൾ അതൊന്നും മുഖത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആൻസി. ശരിക്കും ഷെറിൻ എന്താണ് സംഭവിച്ചത്, ഷെറിന്റെ കല്യാണം കഴിഞ്ഞിരുന്നോ എന്ന വിവരങ്ങളെല്ലാം തന്നെ ഗ്രേസിയാമ്മ ചോദിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും